പഴയ ഓർമ്മകളുടെ ഒരു തരി പോലും അർച്ചനയുടെ ഓർമ്മകളിലില്ല. അവളിപ്പോ പൂർണ്ണമായും സമൃദ്ധയാ. അവളുടെ ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും എല്ലാം ഞാനാ സമൃദ്ധിയുടെ ഭർത്താവ്. ഓർമ്മകൾ തിരിച്ചു വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു സച്ചി. അത് ചതിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എങ്കിലും സച്ചി ഒന്ന് വിശ്വസിക്കണം. തെറ്റായ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ സമൃദ്ധിയെ ചീത്തയാക്കിയിട്ടില്ല. ഭാര്യ എന്ന അർത്ഥത്തില് ഞാൻ അവളുടെ വിരൽത്തുമ്പി പോലും തൊട്ടിട്ടില്ല. അവൾ ഇപ്പോഴും പഴയ അർച്ചനയുടെ അതേ വിശുദ്ധിയോടെ ജീവിക്കുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? ഇതിനേക്കാൾ വലിയൊരു ക്രൂരത വേറെയുണ്ടോ? മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ സാറ് ചെയ്തത് വലിയൊരു കുറ്റകൃത്യോ? സാറിന്റെ കുറ്റസമ്മതത്തിന് സത്യത്തിന്റെ പിൻബലം ഒട്ടുമില്ല സാറേ. അവള് എന്റെ ഭാര്യ. വിവാഹ സർട്ടിഫിക്കറ്റ് മുതല് സകല തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിയമം എന്റെ കൂടെയാ. ഇപ്പൊ തന്നെ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവളെ കൊണ്ടുപോയി ചികിത്സിച്ചോളാം. ഇത്രയും സീനിയറായ അനുഭവ സമ്പത്തുള്ള സാറിനെ പോലൊരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല സാർ. സാറിന്റെ ജൂനിയറായി പ്രവർത്തിക്കുമ്പോഴും പിന്നീട് കേസുകൾ നടത്തി ഓരോ തവണ ജയിക്കുമ്പോഴും സാറിനെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താ കണ്ടിട്ടുള്ളത്. മനസ്സിലെ ആ വിഗ്രഹം ഒടിഞ്ഞു പോയല്ലോ സാർ. മറ്റൊരാളുടെ ഭാര്യയെ മരിച്ചുപോയ സ്വന്തം ഭാര്യയുടെ പേരിൽ ഇത്രയും കാലം താമസിപ്പിച്ചത് നിയമപരമായി വലിയൊരു കുറ്റമാണ്. സച്ചി സാറിനെതിരെ കേസ് കൊടുത്താ 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലോകം അറിയാതെ എന്റെ അർച്ചനെ ഇങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ സച്ചി. ഞാൻ ചെയ്ത തെറ്റാ. ഒരുപക്ഷെ വലിയൊരു പാപം. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. അർച്ചനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി സച്ചി ഒന്ന് മനസ്സിലാക്കണം. സച്ചി ഇപ്പൊ അവളെ ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച അവള് കൂടെ വരുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? ഓർമ്മകൾ തിരിച്ചു പിടിക്കാനുള്ള ചികിത്സയിൽ അവളിപ്പോ. ശിവയുടെ ആശ്രമത്തിൽ അതിന് നടത്തിയ ചികിത്സകളും പൂജകളും എല്ലാം സച്ചിക്കും അറിയാവുന്നതല്ലേ? സച്ചിയെ തിരിച്ചറിയാത്ത, സച്ചി ആരാണെന്ന് പോലും അറിയാത്തൊരു ഭാര്യയെ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടിട്ട് എന്താ കാര്യം? നിങ്ങളെ കണ്ടോളൂ ഭയം നോടിയാ ആ സച്ചിക്ക് സഹിക്കാൻ കഴിയോ? സാർ പറയുന്നത് ശരിയായിരിക്കാം. ശരിയായിരിക്കാമെന്നല്ല, ശരിയാണ്. അതാണ് സത്യം. അവക്ക് സച്ചി അറിയില്ല. പഴയ ഓർമ്മകളുടെ ഒരു തരി പോലും അർച്ചനയുടെ ഓർമ്മകളിലില്ല. അവളിപ്പോ പൂർണ്ണമായും സമൃദ്ധയാ. അവളുടെ ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും എല്ലാം ഞാനാ സമൃദ്ധിയുടെ ഭർത്താവ്. അത് മാറ്റിയെടുക്കാൻ സമയം വേണം സച്ചി. സച്ചിയുടെ അർച്ചനെ ഞാൻ തിരിച്ചു തരാം. സച്ചിയുടെ കൂടെ ജീവിച്ച പഴയ അർച്ചനയായി അതേ തെളിമയോടെ, അതേ സത്യസന്ധതയോടെ സച്ചിയെ സ്നേഹിക്കുന്ന ഭാര്യയെ ഞാൻ അവളെ തിരിച്ചു തരാം. പക്ഷേ അതിനെനിക്കൊരല്പം സമയം തരണം. എനിക്കൊരു കുടുംബമുണ്ട്. അത് തകർന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. സച്ചി, ആ കുടുംബത്തിന് നട്ടല്ല
അർച്ചന. അവൾ സമൃദ്ധയല്ല, അർച്ചനയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം അതെനിക്ക് സച്ചി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ സച്ചിക്ക് ഒരിക്കലും അവളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇനി പോലീസിന്റെയും കോടതിയുടെയും സഹായത്തോടെ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോയാ ഒന്നുകിൽ അവളൊരു മുഴുവൻ ഭ്രാന്തിയാവും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. ആ ദുരന്തത്തിന് അർച്ചനെ നമ്മൾ വിട്ടുകൊടുക്കണോ സച്ചി? സാറേ, എന്റെ ഭാര്യ എനിക്ക് വിട്ടുതരണമെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അർച്ചനയുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും സച്ചിക്കുണ്ട്. പക്ഷെ അവൾക്ക് ഓർമ്മ വരുന്ന ഒരു ദിവസം സച്ചിയെ തിരിച്ചറിഞ്ഞ് അവള് നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായ അന്ന് ഞാൻ തടസ്സം നിൽക്കില്ല. വേണമെങ്കിൽ ഞാൻ സച്ചിയുടെ കാല് പിടിക്കാം. അതുവരെ എനിക്ക് സമയം തരണം. ഇനി അർച്ചനയുടെ മരണമാ സച്ചി ആഗ്രഹിക്കുന്നെങ്കിലേ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം. സച്ചി, നമ്മൾ രണ്ടുപേരും നഷ്ടപ്പെട്ടവരാ, ഒരേ ദുഃഖം അനുഭവിച്ചവരാ. അർച്ചനയോടത്തുള്ള നല്ല ജീവിതം സച്ചിക്ക് തിരിച്ചു കിട്ടുമെങ്കിൽ എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടി എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം അത് അർച്ചനയ്ക്ക് കൊടുത്തേ പറ്റൂ. അതുവരെ വീട്ടിലൊരാളോട് പോലും സച്ചി ഈ കാര്യം പറയരുത്. പറഞ്ഞ എല്ലാവരോടും അർച്ചനെ അന്വേഷിച്ചു വരും. അവരെ ആരെയും അർച്ചന തിരിച്ചറിയണമെന്നില്ല. അത് പിന്നെ എല്ലാവർക്കും സങ്കടമാവും. അതുകൊണ്ട് തൽക്കാലം ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ക്ഷമിക്കണം, കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റൂ സച്ചി. സച്ചിയുടെ പഴയ അർച്ചനെ ഞാൻ തിരിച്ചു തരും. ഇതെന്റെ ഉറപ്പാ.